ഇവിടെ ഇപ്പൊ ജീവിക്കുവാണല്ലോ. ഇവിടെ ജീവിക്കുമ്പോ ഇവിടെ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണത് സ്പിരിച്വാലിറ്റി അകലെയാണെന്ന് പറഞ്ഞില്ല. പക്ഷെ അതാ ഞാൻ പറഞ്ഞേ, അതായത് ഇതിനെ കുറിച്ചൊരു തർക്കം നടന്നു ഞാനും ബിനുവും തമ്മിൽ 6 ആഴ്ചയോളം നടന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ തത്വം ഇതാണ്. അതായത് ഈ ജീവബ്രഹ്മ ഐക്യം അതാണ് ഒരു പ്രാപഞ്ചിക സത്യമാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. പക്ഷെ ഭാരതീയരുടെ ചിരകാല വിശ്വാസ സംഹിതയാണ് പുനർജന്മം. അപ്പോ ജീവബ്രഹ്മ ഐക്യം എന്ന പ്രാപഞ്ചിക സത്യവും ഭാരതീയരുടെ ചിരകാല വിശ്വാസ സംഹിതയായ പുനർജന്മ സിദ്ധാന്തവും പരിധികളാക്കി വെച്ചുകൊണ്ട്, അതായത് കൺസ്ട്രെയിൻസ് ആക്കി വെച്ചുകൊണ്ട് നിഷ്ക്രിയത ഒഴിവാക്കാനായി ദാർശനികർ മെനഞ്ഞെടുത്ത പരികല്പനയാണ് കർമ്മസിദ്ധാന്തം എന്നാണ് ആ പഠനത്തിന്റെ അന്ത്യം. അപ്പൊ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ജീവബ്രഹ്മ ഐക്യം എന്ന ട്രൂത്തും സത്യവും മറ്റേ നമ്മുടെ എന്താ പറയാ ഈ പുനർജന്മ സംഹിതയായിട്ടുള്ള അലൈൻമെന്റും ഉണ്ട്. അപ്പൊ ഒരു ദാർശനിക പ്രക്രിയയാണെങ്കിൽ ഒരു സ്ഥലത്തെ കൾച്ചറൽ നോംസിനെയും കൂടി അത് മാനിക്കുന്നതുകൊണ്ട് വന്നതാണ്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല്, അപ്പോ നിഷ്ക്രിയത ഒഴിവാക്കാനാണ് കർമ്മസിദ്ധാന്തം. അതായത് നിങ്ങളുടെ കർമ്മം ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച പ്രവാഹം നിലയ്ക്കാതിരിക്കാനാണ് നിങ്ങൾ കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോ ഒരു വലിയൊരു പ്രവാഹത്തിന്റെ കണ്ണിയാണ്. അവിടെ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അവിടെ മറ്റേ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം ഉണ്ടാക്കിക്കോളൂ. അല്ല, എന്റെ അപ്പൊ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ സിറ്റുവേഷൻസിനനുസരിച്ച് റിയാക്ട് ചെയ്യണ മാത്രമല്ലേ ഉള്ളൂ, നമ്മ ആക്റ്റീവ്ലി ആക്ഷൻ ഇല്ലല്ലോ. എനിക്കറിയില്ല. അതായത് ഒരു സ്പിരിച്വൽ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അണ്ടർസ്റ്റാൻഡിങ്, അതായത് റാദർ ദാൻ ഗെറ്റിംഗ് ഇമ്മേഴ്സ് ഇൻ ടു ദ വേൾഡ്, നിങ്ങളുടെ വേൾഡിന്റെ സെന്റർ നിങ്ങളുടെ മറ്റേ മൈൻഡോ ഇന്റലക്റ്റോ അല്ല, അത് നിങ്ങളുടെ കരു കോർ എസെൻസ്, അത് ആത്മസത്യമാണെന്നുള്ള ഒരു എന്താ പറയാ ഒരു ആങ്കറിൽ നിന്നുകൊണ്ട് ലോകവീക്ഷണം നടത്താന്നുള്ളതാണ്. അതൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തൊട്ടെന്ന് വെച്ചാൽ ഈ കാണുന്ന മിക്ക കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര മീനിങ് ഫുൾ അല്ലാന്ന് മനസ്സിലാവും. പക്ഷെ അപ്പൊ നമുക്ക് നിഷ്ക്രിയത വരാം, എല്ലാം ഫ്യൂട്ടൈലാന്ന് വരാം. പക്ഷെ അത് ഒഴിവാക്കാനാണ് എന്താ പറഞ്ഞേ, അതായത് പ്രപഞ്ച പ്രവാഹത്തിന് അനുസൃതമായിട്ട് നമ്മൾ കർമ്മം ചെയ്യണം. അപ്പൊ എനിക്കിപ്പോ മോക്ഷം കിട്ടി. അപ്പോ പക്ഷെ എന്റെ മക്കൾക്ക് ഫീസ് അടയ്ക്കാനോ ഇനിയിപ്പോ അവർക്ക് മോക്ഷം കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ മോക്ഷിതാക്കളല്ലാത്ത പ്രാണികളുടെ ആവശ്യത്തിനായി കർമ്മം ചെയ്യും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണെന്നൊന്നും പറയില്ല. പക്ഷെ അതിനൊരു നിങ്ങളുടെ പർപ്പസായിട്ട് ഗോള് അലൈൻ ചെയ്യില്ല. ആ ഗോളിൽ മറ്റേ എന്താ പറയാ അർത്ഥം, അതായത് പുരുഷാർത്ഥത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അർത്ഥം കാംക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് നേരും നിറവും വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അർത്ഥം കാംക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള മൊറാലിറ്റി അല്ലാണ്ട് ലൈഫ് ബെറ്റർ ആക്കാന്നുള്ള പർപ്പസിൽ ചെയ്തൂടെ? അല്ല, അങ്ങനെയല്ല. അതിപ്പോ ഒരു പ്രശ്നം, അവിടെ ഒരു ദാർശനിക പ്രശ്നം വരുന്നത് വേദാന്തം കുറച്ചും കൂടി ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടായ ഒരു ഫിലോസഫിയാണ്. അപ്പോ ഇവിടെ നേച്ചറിനെ മിമിക് ചെയ്തും അനുകരിച്ചും അല്ലെങ്കിൽ അതായിട്ട് അലൈൻഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു ഇതാണ്. 1850 പാശ്ചാത്യര് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ കൊണ്ടുവന്നപ്പോഴാണ് ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യം പോലും ഉണ്ടായത്. അതിനു മുമ്പ് മിമിക്കിംഗ് ദ നേച്ചർ ഓർ അലൈനിങ് വിത്ത് ദ നേച്ചർ ആയിരുന്നു ഉണ്ടാവുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പരിധിക്കനുസരിച്ച് ഒരു ജീവി ദ്രവ്യം ഉണ്ടാക്കുന്നത് പാശ്ചാത്യരുടെ ഒറ്റ ജന്മ സിദ്ധാന്തത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജന്മമേ ഉള്ളൂ, മേക്ക് ഇറ്റ് ഗ്രേറ്റ് എന്നാണ്. നമുക്ക് പുനർജന്മമുള്ള നമുക്ക് ഇനിയും ആവാലോ. ഇനിയിപ്പോ നിങ്ങൾ നിഷ്കാമ കർമ്മം ചെയ്ത് കാർമിക് ബാലൻസ് ഷീറ്റ് 0 ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ഷവും കിട്ടും. അല്ല, നമുക്ക് ആ ധൃതി ഇല്ലല്ലോ. അല്ല, ഇനിയും ചെയ്യാം എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ഇപ്പൊ ചെയ്താൽ എന്താ കുഴപ്പം? അല്ല, ഇപ്പൊ ചെയ്യണതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഡിറ്റാച്ച്ഡ് ആവാനുള്ള അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ എന്തെങ്കിലും ഒരു പർപ്പസ് റീഡിഫൈൻ ചെയ്യോ, ഇനി അല്ലെങ്കിൽ ഗോൾസ് അലൈൻ ചെയ്യുമ്പോ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലാണ്. ഇപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റൗഡിയാ, നിങ്ങൾക്ക് മോക്ഷം കിട്ടി. പക്ഷേ നിങ്ങളുടെ ശരീരവും ആത്മാവും മനസ്സും കൂടി ഒരുമിച്ച് നിന്നാലേ നിങ്ങൾക്ക് ജീവനുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ റൗഡി വീണ്ടും ഹിംസ ചെയ്താലേ അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം അയാൾ നല്ലവനായി കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ സുകുമാരന്റെ കഥാപാത്രം മാറുമ്പോ
ലാസ്റ്റ് അയാള് ചാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മള് ഒരേ സ്റ്റേജിലാണ്. ഞാൻ നിങ്ങളല്ലേനാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പോൾ